ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായിട്ട് കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഗൈസ്, കൂന്തൽ. അതായത് ഈ കണവ നിറച്ചത് അല്ലേ. ഏറെ നാളത്തെ എൻ്റെ ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെ കരിക്കാൻ പോവാണ് ഗൈസ്. എന്തായാലും നമ്മളൊരു ബക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കൂന്തൽ മേടിക്കാനായിട്ട്. വലിയ കൂന്തലാണോ? താങ്കളെ വിളിച്ച് പറഞ്ഞത് വിളിച്ചു പറഞ്ഞ് കണവ് ഇട്ടിട്ടുണ്ട്, എളുപ്പം വരാൻ പറഞ്ഞു. ഏത് മീൻ എങ്ങനത്തെ ആന്ന് എനിക്ക് നീ ചെന്ന് കണ്ടല്ലേ അറിയത്തുള്ളൂ. ഓ, കാര്യമായിട്ട് എന്തെങ്കിലും ബക്കറ്റ് ഒക്കെ എടുത്ത് വലുതാണോ ചെറുതാണെന്ന് അറിയാം. അമ്മ രാവിലെ വന്ന് എന്നെ വിളിച്ച് കൂന്തലുണ്ട് ബാ അമ്മക്ക് മേടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. ആരാ ഉണ്ടാക്കുന്ന? അച്ഛൻ ഉണ്ടാക്കുക. എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാം. എല്ലാം അങ്ങനെയാണല്ലോ നമ്മള് പരീക്ഷിച്ചു നോക്കുക. അപ്പൊ ഗൈസ്, നമുക്ക് ഇറങ്ങാൻ പോയി കൂന്തൽ മേടിച്ചോണ്ട് വന്ന് നല്ല അടിപൊളി കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുക. സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ ഗൈസ്. എന്തിനാ ആ ഫിഷിംഗ് റോഡൊക്കെ ഉണ്ടാക്കും. നമുക്ക് മീൻ പിടിച്ചിട്ടുണ്ടാക്കിയാലോ കൂന്തലല്ലേ? അവിടെ ചെന്നിട്ട് വായിൽ പിടിച്ചിരിക്കുക പോയെടുക്കാൻ. ബക്കറ്റ് എടുത്തെന്ന് വെച്ചാൽ വണ്ടിയിൽ ഫുള്ള് സ്മെല്ലാവും കേട്ടോ. അതുകൊണ്ട് ബക്കറ്റ് എടുത്ത് തടയോ അമ്മ, അത് ചരിച്ചങ്ങിടാവോ? ഇത് എന്തുവാ ഇത്? ആറ്റാല് പൊങ്കാലിക്ക് ബാക്കി ഇത് കൊണ്ടുവച്ചാണ് മൊത്തം പൊടി കൊതുമ്പൊക്കെ എടുത്തതിന്റെ. വണ്ടി ഒന്ന് കഴുകണം കേട്ടോ. ഹേ ഗൈസ്, നമ്മള് ചേട്ടന്റെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ചേട്ടൻ. നിക്കറൊക്കെ കേട്ടേക്കുന്നത്. നിങ്ങള് രണ്ടുപേരും കാണാനായിട്ട് ഏകദേശം സെയിം അല്ലേ? മോനാണത്. പേര് പറ. കണ്ണൻ. ഒറിജിനൽ പേര് കണ്ണനാണോ? റണക്കോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു പേരേ ഓരോരോ പ്രാവശ്യ. രണക്. രാജീവിന്റെ രായല്ലേ? അതിന് ചെറുക്കൻ കൊടുത്തില്ലേ? അരിയന്റെ പേര് റഗ്വിൻ അല്ലേ? ഫേസ് കട്ട് ഏകദേശം ഒക്കെ രണ്ടുപേരും സെയിമാ. കബിള്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും കൂന്തൽ മേടിച്ചിട്ടുണ്ട്, വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മോട്ടോർ ഉണ്ട് സുഹൃത്തുക്കളെ. നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇത് കേറിയ പൊട്ടുവോ? ഞാൻ കേറിയാ ധൈര്യമായിട്ട് കേറിക്കോ, പൊട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കേറുവാ. ടച്ച് പിടിച്ചേ. പൊട്ടിയാ സഹിച്ചോളാം. എന്റെ അടുത്തുണ്ടൊന്നും പറയില്ല. ഓക്കെ ഗൈസ്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, നീ ആശയായിട്ട് ചവിട്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കാനോ? അങ്ങോട്ട് പോണ്ടേ? മൂട്ട വണ്ടി ഗൈസ്, മൂട്ട വണ്ടി. ഇത് ഓഫായി. സൗണ്ട് കൊണ്ടേ ഇത് ചാർജ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പോയി സാധനം ചാർജ് ഇല്ല. ചാർജ് ഇല്ലല്ലേ? അല്ലെങ്കിൽ അച്ഛനൊന്ന് കേറായിരുന്നു. ചാർജ് ഇല്ലാണ്ടായി പോയി. 50 ഇവിടുന്ന് കരിയാപ്പലയൊക്കെ ഓടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാണ്ട് വരൂല അല്ലേ? ഹാപ്പി ഹായ് പറയടാ. ഹാപ്പി. ആ കൂന്തലൊക്കെ മേടിച്ചിട്ട് വീടെത്തി. ഇത് എത്ര കിലോ കൂന്തലുണ്ട്? ഒരു 2 കിലോ അടുപ്പിച്ച് ഉള്ള കൂന്തലാണ്. ഭയങ്കര വലിയ കൂന്തലല്ല, ഒരു മീഡിയം സൈസ് കൂന്തലാണ്. മീഡിയം സൈസ് കൂന്തലാണ്. കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു സൈസിലുള്ള കൂന്തലാട്ടോ മേടിച്ചത്. പക്ഷെ വേറൊരു സൈസ് കൂന്തലുണ്ടല്ലോ. ഇത് ഒറിജിനൽ, ബാക്കി എന്തെങ്കിലും എല്ലാം ഡ്യൂപ്ലിക്കേറ്റോ കോപ്പി എടുത്തിരിക്കുന്നതാണോ? മൊത്തം കറുത്തിരിക്കുന്ന എന്താ? ഇതാണ് മഷി. ഇത് ശത്രുക്കളെ ഓടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ? ഇതിന്റെ മഷി കൊണ്ടാണ് ഈ ശത്രുക്കളെ ഓടിക്കുന്നത്. പല സൈസ് കാണാൻ വേണ്ടി കണ്ട. ഈ ചെറുത് വലുത്. ഇതുമായിട്ട് പരന്നിരിക്കുന്നല്ലേ? ഈ കണ കണ്ടല്ല പരന്നിരിക്കുന്നത്. ഇത് കണ്ട, ഇത് പരന്നിരിക്കുന്നു. ഇത് ഇതുമായിട്ട് കളർ തന്നെ വ്യത്യാസമില്ലേ? ഇനി കഴുകി എടുക്കാം കേസ്. ഈ സാധനം മൊത്തം കറുത്ത് കരിയോയിൽ പോലെ ഇരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കണവയെന്നാ പറയുന്നത്. നമ്മള് കണവയെന്ന് പറയും, കൂന്തലെന്ന് പറയാറുണ്ട്. നമ്മളെന്തും പറയും. അപ്പിക്കുട്ടോ, അപ്പിക്ക് കണവാണോ? കണവാണോ നിനക്ക്? ഞാൻ ഇന്ന് ലീവാ. അയ്യോ, എന്നാ പറ്റി? പാനിപൂരി തിന്ന് പറന്ന തോറി. അപ്പിക്ക് ഭയങ്കര അനുസരണ. ഹാപ്പി സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, സ്ലീപ്. യു സ്ലീപ്. സേ ഹായ്. കണ്ടോ? കിസ്. യെസ്, അതെ, കിസ് ചെയ്തു. വാലാട്ടു. കണ്ടോ? വാലാട്ടുന്നുണ്ടോ? ഫുൾ കമാൻഡിങ് പഠിപ്പിച്ച് വെച്ചേക്കാണ് ഹാപ്പിയെ. കയ്യിൽ നക്കു. കണ്ടോ? നക്കുന്നുണ്ടോ?
ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഈ സാധനം ഒന്ന് കഴുകി എടുക്കാം. ഇത് കയ്യിൽ എന്തിനാ വെച്ചാൽ കരി പോയില്ല, ശത്രുക്കളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. കൈ നോക്കിയേ, കറായിരിക്കണം. വൃത്തിയുടെ സാധനം ഇതിനെയാണോ തിന്നുന്ന? ഗൈസ് ഒരു കൊതു കേട്ടോ, നമുക്കിനെ കൊല്ലാം. എന്തോ മണ്ടനാ നോക്കണേ, കൈയുടെ വെള്ള ഒന്ന് ചോര പിടിക്കാൻ പറയുന്നത്. നിന്നെ കണക്കുള്ള മണ്ടനായിരിക്കും ആ കൊതു, അതുകൊണ്ടാ വന്നത്. സമയം ഏതാണ്ട് 5 മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ. ഞങ്ങള് എപ്പോ ഇറങ്ങിയത് ഇത് ഉണ്ടാക്കാനായിട്ട്? രാവിലെ ഇറങ്ങിയത്. ഇതെന്ത് ഇത്ര ലേറ്റ് ആയത്? അവിടുന്ന് വന്നപ്പോ തന്നെ നമ്മൾ 1 മണി എങ്ങാണ്ടായി. കൂന്തലെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് അതിന്റെ ചിറകും തലയുടെ ഭാഗവും പറക്കണ സാധനമാണ് അത്, ചിറകെന്നൊക്കെ. എന്തായാലും നമ്മൾ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ മഴ, പുറത്ത് നല്ല മഴയുണ്ട്. അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പെട്ടെന്ന് ആക്കാം ഗൈസ്. ഓക്കെ, റെഡിയാക്കാം. ഇപ്പൊ തുടങ്ങിക്കോ. എങ്ങനെയാ ഉണ്ടാക്കുന്ന? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, അതിന്റെ അച്ഛനറിയോ? സവാള കുനുകുന അരിഞ്ഞതാണ്. പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ബാക്കി ഐറ്റംസ് നമുക്ക് ഇടാം. അടുത്തതായി നമ്മൾ ഇടുന്നത് കുനുകുന അരിഞ്ഞ തക്കാളിയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്ത് രസകരമായിട്ടാണ് ഇരിക്കുന്നത്. അതെ, തട്ടി കൊടുക്കുക അതിനകത്തൊക്കെ. ഇനി അതിലേക്ക് മാറി നിൽക്കുക അങ്ങോട്ട്. തേങ്ങാക്കൊത്ത് വേണോ? എന്തിനാ ഇടണ്ട? അതെ, ഇത് നമുക്ക് വട്ടാകൃതിയിൽ ഇളകാം. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി എന്താണ് ഷെഫ് ഇടേണ്ടത്? അടുത്ത ഘട്ടം എന്താണ്? ഇനി അടുത്തത് മസാല മുളക് പൊടി. നമുക്ക് വേണ്ട, മതി. ഇതൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇടാം. ഇച്ചിരി ഇട്ടോ മതി. ഓക്കെ, 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് കുരുമുളക്. മതി. സത്യത്തിൽ നമ്മൾ ഈ ഒരു മസാലയാണ് ഏത് ഹൈലൈറ്റ്. മസാല കറക്റ്റ് ചേരുവാണെങ്കിൽ കറി അടിപൊളിയായിരിക്കും. അറിഞ്ഞും പറഞ്ഞും ഇങ്ങോട്ട് ഇളക്കുക. ഇളക്കിലും കാര്യമുണ്ട്. അടുക്കി പിടിക്കാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോഴുണ്ടല്ലോ പഴയ പോലല്ല. ഞാനിപ്പോ പഴയ കട്ടി സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. ഞാൻ അന്ന് മന്തി വെച്ചിട്ട് അടിപൊളി മന്തിയായിരുന്നു. അടുത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ. ഇത്ര മതിയോ? ഇത് മസാല കൂട്ടാണ്. ഇത് നമ്മള് ഗരം മസാല വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതുകൂടാ. കണവ പിന്നീട് ആദ്യം തേങ്ങ കുത്തിനി ഇടും. അല്ല വേണ്ട കാര്യം, കണവ ഇട്. ഒരെണ്ണം തീരുമാനിക്കും. ഇല്ലേ, കണവിടാം. ഇട്. അല്ല, തേങ്ങ ഇട്ട് മൂപ്പിച്ചിട്ട് കണവിടാം. ഇത് കുറച്ച് സമയമുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാമോ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? സത്യത്തിൽ ഇത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് ഈ ഉള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് അരച്ച് ആക്കിയിട്ട് ഇടാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു രീതിയിൽ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെയും കൂടെ ചെയ്താൽ ഇല്ല. തേങ്ങ ഇടട്ടെ? രണ്ടുപടി തേങ്ങ കേട്ടോ. ഇത് നമ്മുടെ വീട്ടില് ഇത് വിളയിച്ച തേങ്ങയാണിത്. ചുമ്മാ ഇരിക്കട്ടെ, കാട്ടുകാരറിയട്ടെ നമ്മുടെ വീട്ടിൽ കഴിവുണ്ടത്. നമ്മള് തേങ്ങ ഇട്ടിട്ടുണ്ട്. കോക്കനട്ട് ഇൻസൈഡ് ദ ചട്ടി. കോക്കനട്ട് ഇൻസൈഡ് ദ ചട്ടി. ഇതൊന്ന് വയണ്ട് സെറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്തിടാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൂന്തൽ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് തലയും വാലും കൊലയൊക്കെ അരിഞ്ഞ അത്രേ ഉള്ളൂ. അടിപൊളി. അതുമല്ല, ഇതിനകത്ത് നമുക്ക് ഈ കൂന്തലിനകത്ത് നിന്ന് വെള്ളം അധികം ചേർക്കണ്ട. ഇത് വേകുമ്പോൾ വെള്ളം കിടക്കുന്നതായോണ്ട് ഇതിൽ ഒത്തിരി വെള്ളമുണ്ട്. കടല ഇത് കര ജീവിക്കുന്നത് അതല്ലേ, പിന്നെ കടലിൽ കിടക്കുന്നുണ്ടല്ലോ. അതിന് ആ മീനിന് വെള്ളമുള്ള മീനാണ്. അപ്പൊ എന്തായാലും നമ്മള് സാധനം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആ കൂന്തലിൽ നിറയ്ക്കുള്ള നിറ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. 20 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മതി. ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് നിറയ്ക്കാം. നിറച്ചിട്ട് നമുക്ക് ചട്ടിയിലിട്ട് പൊരിച്ചിട്ട് തിന്നാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തിന്നോളാൻ പറയും. ഒത്തിരി നേരം എന്നറിയുമോ, രാവിലെ തുടങ്ങുന്ന പരിപാടിയോ. അല്ല, ഇത് അധികം വേവിക്കേണ്ട കാര്യമില്ല. 10 മിനിറ്റ് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്ലേറ്റ് ഇട്. അറിയത്തില്ല, എന്തായാലും ഞാൻ ഇത്രയും പറയുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഒരു ABC എനിക്കറിയത്തില്ല. ഈ സത്യത്തിൽ ഈ കൂന്തലിനെ പിടിച്ച് ഇണക്കി വളർത്തി കൂടെ? ഇല്ലേ,
ഇണങ്ങുന്ന ജീവിയുണ്ട്, ഇണങ്ങാത്ത ജീവികളുണ്ട് അല്ലേ? ഇണങ്ങാത്ത കരയിൽ ജീവിക്കുന്ന ഒരു ഇണങ്ങാത്ത ജീവിയെ പറയാ. ഇണങ്ങാത്ത ജീവി സിംഹമൊക്കെ ഇണക്കണം. അത് പോയി കാട്ടിൽ പോയി ഇണക്കി ചെല്ല്. പിന്നെ എല്ലും തൊലിയാലും ബാക്കി കാണത്തില്ല. ഇല്ല എല്ലാ ജീവി ഉറുമ്പിനെ ഇണക്കുന്ന കേട്ടിട്ടുണ്ടോ? എവിടെയും ഇണങ്ങിയ ഉറുമ്പ്, പാമ്പിനെ ഇണക്കുന്ന കേട്ടിട്ടുണ്ടോ? പാമ്പൊന്നും ഒരിക്കലും ഇണങ്ങത്തില്ല. ആര് പറഞ്ഞു പാമ്പ്? പാമ്പ് എങ്ങനെ ഇണങ്ങുന്ന? പത്തിക്കാട് എടുത്ത് പോയിട്ട് അങ്ങോട്ട് ഇണക്കാൻ നോക്കിയാ. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. എൻ്റെ അകത്തോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ മിക്സ്. അന്തരം വരുന്നില്ലേ? ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് അടയ്ക്കാം. അറിയാം. ഓക്കെ, സെറ്റ്. അപ്പൊ എന്തായാലും ഇഡലിക്കുട്ട് നമുക്ക് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ടാവും. തുറക്കട്ടെ. ഇത് ചൂട് എന്നെ കൊണ്ടേ പറ്റൂ. ഇത് മുട്ട കണക്കായല്ലേ? ഇത് മുട്ട പുഴുങ്ങി വെച്ച കണക്കാണ് ഇരിക്കുന്നത്. നോക്കിയേ, കറക്റ്റ് മുട്ട നോക്കിയേ, മുട്ട പുഴുങ്ങി വെച്ച കണക്ക് ഇരിക്കണം. വാറൊക്കെ എന്താ അവിടെ ഇരിക്കും കേട്ടോ. നല്ല ചൂടാ. നമുക്ക് ഇത് ഇനി എടുത്തിട്ട് മറ്റേ ഇതിനകത്തിട്ട് കിണ്ടാം. അമ്മയെ പറഞ്ഞ ഞാൻ അത് മറന്നുപോയ സംഭവമായിരുന്നു. ഒരു ചെറിയൊരു മസാലയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതെടുത്ത് ഇതിനകത്തിട്ട് ഉരുട്ടി റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് കൂന്തൽ നിറച്ചത് റെഡിയാകും. സുഹൃത്തുക്കളെ, എത്ര നേരത്തെ കഷ്ടപ്പാടാൻ കഴിയും. പെട്ടെന്ന് അവിടെ അമ്മ. കൊച്ചുവിന്റെ ആഗ്രഹമായിരുന്നു കുറെ നേരം കൊണ്ട് പറയുന്നത്. കൂന്തൽ എന്റെ മണ്ട അങ്ങ് ഇടുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അതെല്ലാം കൂടെ ഇടാം കേട്ടോ. ഇനി നമുക്ക് കൂന്തൽ ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇതിന്റെ കമ്പാണ് കുഴപ്പം കേട്ടോ. കമ്പിന് ഇച്ചിരി നീളം കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീഡിയോ കാണുമ്പോൾ ഒരു കറുത്ത കളറിൽ കാണുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു റെഡ് കളറാണ് ഗൈസ്. അത് എന്തുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എത്ര നേരത്തെ മെനക്കേടാണെന്നറിയോ ഗൈസ്. കുറേ നേരം കൊണ്ട്, അതെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഈ സമയം ഏതാണ്ട് എത്ര മണിയായി? 6 മണി 6:30 കണ്ടായി. ഒത്തിരി ലേറ്റ് ആയി. സംഭവം എന്തായാലും വേറെ ലെവൽ ലുക്ക് ആയിട്ടുണ്ട്. കഴിക്കാം. അച്ഛൻ കഴിക്കും ഫസ്റ്റ്. നിങ്ങൾ കഴിക്കും ഫസ്റ്റ്. ശരിക്കും ഇതില്ല മുട്ട വറുത്ത കണക്കുണ്ടല്ലേ? അച്ഛൻ തന്നെ ആദ്യം. സംഭവം സൂപ്പറാ. ഒരു മുതുക്ക് കൂന്തലിഞ്ഞെടുക്ക്. എൻ്റെ എത്ര നാളത്തെ വെയിറ്റിംഗ് ആണെന്നറിയാവോ കൂന്തൽ കഴിക്കാന്നുള്ളത്. സത്യം ഗൈസ്, ഞാൻ ഈ കൂന്തൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി റീല് കണ്ടിട്ട് ഞാൻ ട്രിവാൻഡ്രമൊക്കെ പോയായിരുന്നു. എന്നിട്ട് നീ കിട്ടാത്ത സാധനമായിരുന്നു കൂന്തൽ. ഫൈനലി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. മുതുക്ക് കൂന്തലാട്ടോ. കഴിക്കട്ടെ? കഴിച്ചോ. എന്താ അകത്തെ മസാല നോക്കിയാ, ഇതിന് നോക്കിയാ സൂപ്പർ ആണ്. സമയം എടുത്താലും സമയം എടുത്ത് കുക്ക് ചെയ്താലും അനുസരിച്ചുള്ള എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കുന്ന കാര്യം ഇച്ചിരി ലേറ്റ് ആവും ഗൈസ്. കാരണം ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ടൈം പോകും. സംഭവം വേറെ ലെവൽ ടേസ്റ്റിനാണ്. കിടിലം. ഇനി ഇഷ്ടപ്പെട്ടടാ. ഓ എനിക്ക് വയ്യ, നിങ്ങൾ വാരോടെ വയ്യ. ശരിക്കും ഇത് 1-2 കഴിച്ചാൽ മതി, നമ്മുടെ വയറ് വെക്കും. ഓക്കെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കൂന്തൽ നിറച്ചതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. സംഭവം അകത്ത് ആ ഫില്ലിങ്ങും പിന്നെ പുറത്തെ മസാലയും എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? വെച്ച് കഴിക്കണം. സമയം എടുത്താലും ശരി, ഉണ്ടാക്കി കഴിക്കുക. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഒരു 5-6 കണവയും കൂടെ ഉണ്ട്. ശരിക്കും 1-2 കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് വീക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ.